ഇറാന്റെ ആണവശേഖരം പിടിച്ചെടുക്കാൻ പ്രത്യേക സേനയെ അയക്കുമെന്ന് വാഗ്ദാനം ചെയ്ത US. ഇറാന്റെ പക്കലുള്ള ആണവായുധ ശേഖരം പൂർണ്ണമായും നശിപ്പിക്കുക എന്നതാണ് മുൻകാലങ്ങളിലായി തന്നെ ഇസ്രായേൽ ലക്ഷ്യം വയ്ക്കുന്നത്. ഒപ്പം തന്നെ ഇറാനെ അവിടെ നിന്നും അവരുടെ പക്കൽ നിന്നുമുള്ള ആയുധങ്ങളെല്ലാം പൂർണ്ണമായും നശിപ്പിച്ചുകൊണ്ട് ഇസ്രായേലിനെ പല തന്ത്രങ്ങളും ആസൂത്രണം ചെയ്തുകൊണ്ട്, അതായത് ഇസ്രായേൽ പല തന്ത്രങ്ങളും ഇതിനായി തന്നെ ആസൂത്രണം ചെയ്യുന്നതായിട്ടുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ വർഷം ജൂലൈ മാസത്തിൽ പോലും ഇസ്രായേൽ ഇറാൻ സംഘർഷം വലിയ രീതിയിൽ അവിടെ പൊട്ടിപ്പുറപ്പെട്ടത്. പിന്നീട് അത് വെടിനിർത്തലോട് കൂടി തന്നെ ആ സംഘർഷം അവസാനിച്ചെങ്കിൽ പോലും അതിനായുള്ള പദ്ധതികൾ, അതായത് ഖൊമേനിയെ വധിക്കാനുള്ള പദ്ധതികൾ അടക്കം അവിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തയ്യാറാക്കുകയാണ് എന്നതാണ് മറ്റൊരു സൂചനയായി പുറത്തു വരുന്നത്. മാത്രമല്ല, ഇറാനിൽ വലിയ രീതിയിലുള്ള ആക്രമണം നടത്താൻ തന്നെയാണ് ഇസ്രായേൽ ഇപ്പോൾ തുനിഞ്ഞിറങ്ങിയിരിക്കുന്നത്. അവിടെ പകുതിയിലധികം സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇസ്രായേൽ തകർക്കുകയാണ് അന്ന് ജൂലൈ മാസത്തെ ആ ഒരു ആക്രമണത്തിനോടുകൂടി തന്നെ ചെയ്തത്. അതായത് അമേരിക്കയുടെ B2 ബോംബറുകളാകട്ടെ അത് ഉപയോഗിച്ചുകൊണ്ട് തന്നെയായിരുന്നു ഇത്തരത്തിലുള്ള ആക്രമണം അവിടെ നടത്തിയത്. എന്നാൽ ഇസ്രായേലിന്റെ കണക്ക് കൂട്ടലുകൾക്കും അതീതമായിട്ടായിരുന്നു കാര്യങ്ങൾ നടന്നത്. സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാൻ ഒളിപ്പിച്ചു വയ്ക്കുകയാണ് പിന്നീട് ഉണ്ടായത്. ഇതിനിടയിലാണ് ഇറാന്റെ ആണവശേഖരം പിടിച്ചെടുക്കുമെന്ന് വ്യക്തമാക്കിക്കൊണ്ട് USഉം ഇസ്രായേലും രംഗത്ത് വന്നത്. ഈ ലക്ഷ്യത്തിനായി തന്നെ ഇറാനിലേക്ക് പ്രത്യേക സേനയെ അയക്കാൻ തയ്യാറെടുക്കുകയായിരുന്നു ഇരു രാജ്യങ്ങളും. ഇറാന്റെ സമ്പുഷ്ടമായ യുറേനിയ ശേഖരം അവിടെ സുരക്ഷിതമാക്കാൻ പ്രത്യേക സേനയെ വിന്യസിപ്പിക്കുന്നതിനെക്കുറിച്ച് USഉം ഇസ്രായേലും ചർച്ച നടത്തുകയും ചെയ്തിരുന്നു. നിലവിൽ ലഭ്യമായ കണക്കുകൾ അനുസരിച്ച് ഇറാന്റെ കൈവശം ഏകദേശം 450 കിലോഗ്രാം, അതായത് 60% സമ്പുഷ്ടീകരിച്ച യുറേനിയമാണ് ഇവരുടെ പക്കലുള്ളത്. നിലവിലെ യുദ്ധത്തിന്റെ അടുത്ത ഘട്ടമാകും ഈ ഒരു ഓപ്പറേഷൻ എന്നതായിരുന്നു അമേരിക്ക അവിടെ വ്യക്തമാക്കിയത്. അതായത് അമേരിക്കയുടെ ഒരു മാധ്യമമായ ആക്സിസ് ആണ് ഈ റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഇറാന്റെ സൈനിക ശേഷി പൂർണ്ണമായും ദുർബലപ്പെടുത്തുമ്പോൾ മാത്രമേ ഇറാന്റെ ആണവ ശേഖരത്തിനെതിരായ ഈ ദൗത്യം ആരംഭിക്കുകയുള്ളൂ എന്നതായിരുന്നു സൂചനകൾ പുറത്തു വന്നത്. 60% സമ്പുഷ്ടീകരിച്ച യുറേനിയം വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ, അതായത് 90% തന്നെ സമ്പുഷ്ടീകരിക്കാൻ കഴിയും എന്നതാണ് മറ്റൊരു വസ്തുത. ആണവായുധങ്ങൾ നിർമ്മിക്കുന്നതിന് ആവശ്യമായ അളവ് ഇത് തന്നെയാണ്. ഇക്കാരണത്താൽ തന്നെ USഉം ഇസ്രായേലും ഇറാന്റെ കൈവശമുള്ള യുറേനിയ ശേഖരത്തെ ഗുരുതരമായ സുരക്ഷാ ഭീഷണിയായി തന്നെ കണക്കാക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇറാന്റെ ആണവായുധ മോഹങ്ങൾ അത് തടയുന്നതിനായി തന്നെ അവരുടെ യുറേനിയ ശേഖരം ലക്ഷ്യമിട്ടുകൊണ്ട് പ്രത്യേക സൈനിക നീക്കം നടത്താൻ അമേരിക്കയും ഇസ്രായേലും അവിടെ ആലോചിക്കുന്നതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഇറാന്റെ പക്കലുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം പിടിച്ചെടുക്കുന്നതിനോ അല്ലെങ്കിൽ നശിപ്പിക്കുന്നതിനോ വേണ്ടി പ്രത്യേക സൈനിക യൂണിറ്റുകളെ അവിടേക്ക് അയക്കുന്ന കാര്യം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പരിഗണിക്കുന്നതായിട്ടുള്ള വിവരങ്ങളാണ് ഇതോടൊപ്പം തന്നെ പുറത്തു വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ ഇറാനിലേക്ക് വൻതോതിലുള്ള സൈനിക ആക്രമണം നടത്തുന്നതിന് പകരം തന്നെ ചെറിയ പ്രത്യേക സൈനിക സംഘങ്ങളെ ഉപയോഗിക്കാനുള്ള മിന്നൽ ആക്രമണമാണ് ഇവിടെ അമേരിക്ക ലക്ഷ്യമിടുന്നത്. ഇറാനിൽ നിന്നും യുറേനിയം കണ്ടെത്തിക്കൊണ്ട് അവിടെ നേരിട്ടത് കണ്ടെത്തിക്കൊണ്ട് വരികയോ അല്ലെങ്കിൽ അവിടെ വെച്ച് തന്നെ ഉപയോഗശൂന്യമാക്കുകയോ ചെയ്യുക എന്നതാണ് പ്രധാനമായും ഇതിലൂടെ പരിഗണിക്കുന്ന 2 മാർഗങ്ങളായി പറയപ്പെടുന്നത്. ഈ വിഷയത്തിൽ അന്തിമ തീരുമാനം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവിടെ എടുക്കും, അല്ലെങ്കിൽ ഈ ഒരു ചില ഡിപ്പാർട്ട്മെന്റുകളുമായി ചേർന്നുകൊണ്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ എന്നിവർ ചേർന്നുകൊണ്ട് അവിടെ കൈക്കൊള്ളുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അതേപോലെ തന്നെ ഇറാന്റെ പക്കൽ നിലവിൽ 450 കിലോയോളം തന്നെ 60% സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതായത് ഇസ്രായേൽ ഇത്തരം ഒരു വാദമാണ് അവിടെ ഉന്നയിക്കുന്നത്. ഇത് ഉപയോഗിച്ചുകൊണ്ട് ഏതാനും ആഴ്ചകൾക്കുള്ളിൽ തന്നെ 11 ആണവ ബോംബുകൾ വരെ നിർമ്മിക്കാൻ ഇറാന് കഴിയുമെന്നതാണ് ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അത്തരം ഒരു സാഹചര്യം ഉണ്ടായാൽ തന്നെ, അതായത് മറ്റൊരു തലത്തിലേക്ക് പോലും യുദ്ധം എത്തി നിൽക്കുകയും അവിടെ ഇസ്രായേലിനെ മുഴുവനായി തന്നെ ഇല്ലാതാക്കാൻ, നാമാവശേഷമാക്കാൻ കഴിയുന്ന തരത്തിലേക്കാണ് ഈ യുറേനിയം സമ്പുഷ്ടീകരിക്കുന്നത് എന്നതാണ് മറ്റൊരു വലിയൊരു അപകടകരമായ വസ്തുതയായി ഇവിടെ എടുത്തു പറയേണ്ടത്. അതേസമയം ഇറാനിൽ ഇസ്രായേൽ ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണ്. യുദ്ധം തുടരുന്നതിനിടെ ഇറാന്റെ F-14 യുദ്ധവിമാനങ്ങളും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും ഇസ്രായേൽ സൈന്യം തകർത്തു. അതുമാത്രമല്ല, ആയിരക്കണക്കിന് ഇറാനിയൻ സൈനികരെ വധിച്ചതായും ഇവിടെ വ്യക്തമാക്കുകയും അതുപോലെ തന്നെ 5000-ലധികം ബോംബുകൾ ഇറാനിൽ വർഷിച്ചതായും ഇസ്രായേൽ അവകാശപ്പെട്ടുകൊണ്ടാണ് രംഗത്ത് വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.